സംവിധാനം ചെയ്ത 17 സിനിമകളിലും മലയാളി പ്രേക്ഷകന് എക്കാലവും ചിരിക്കാൻ ഹാസ്യം ചേർത്തുവെച്ച സംവിധായകൻ. നായകനെ പോലെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളെയും പ്രേക്ഷക മനസ്സിൽ കുടിയിരുത്തിയ MH റഷീദ് എന്ന ഷാഫി. കഠിനമായ തലവേദനയും ഉറക്കമില്ലായ്മയുമായാണ് 10 ദിവസം മുൻപ് ഷാഫിയെ ആശുപത്രിയിലാക്കിയത്. തലച്ചോറിൽ രക്തസ്രാവം കണ്ടെത്തി. ശസ്ത്രക്രിയ ചെയ്തെങ്കിലും നില വഷളായി. ഏതാനും ദിവസങ്ങളായി വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത്. പുലർച്ചെ 1 മണിയോടെയായിരുന്നു അന്ത്യം. രാവിലെ കറുകപ്പള്ളിയിലെ വീട്ടിലെത്തിച്ച ശേഷം മൃതദേഹം കലൂർ കൊച്ചിൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മമ്മൂട്ടി, സുരേഷ് ഗോപി, മുകേഷ്, ദിലീപ്, പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, ഇന്ദ്രൻസ്, ജോസ്, മനോജ് കെ ജയൻ, ജോമോൾ, അന്നാബൻ, നവ്യ നായർ, വീണ നന്ദകുമാർ തുടങ്ങി ചലച്ചിത്ര ലോകത്തു നിന്ന് നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ ഷാഫിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. ഷാഫി ഒരുക്കിയ കഥാപാത്രങ്ങളെ മലയാളി ഒരിക്കലും മറക്കില്ലെന്ന് സിബി മലയിൽ അനുസ്മരിച്ചു. ചെയ്ത സിനിമകളിൽ 90% സിനിമകൾ വലിയ കൊമേഴ്ഷ്യൽ വിജയം നേടിയ സിനിമകളാണ്. സിദ്ദിഖിൻ്റെയും സഹോദരൻ റാഫിയുടെ ഒക്കെ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരനായിട്ട് വന്ന് മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്ത ഓരോ സിനിമകളും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. സംവിധാനത്തിനൊപ്പം കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ ടൈറ്റിലുകളും ഷാഫിയുടെ പേരിൽ തെളിഞ്ഞു. ഒരു സദസ്സിലിരുന്നാൽ മുഴുവൻ പേരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാമോ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് എന്നുവെച്ചാൽ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് സദസ്സുകളിൽ എല്ലാവരെയും ചിരിപ്പിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, ആരോടും ഒരു പ്രശ്നങ്ങളില്ലാത്ത ഒരു നല്ല സുഹൃത്തായിരുന്നു ഷാഫി. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന ചിത്രം. തമാശകളുടെ പൂക്കാലം സമ്മാനിച്ച് ഷാഫി മടങ്ങുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ബാക്കിയാവുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.